മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വലിയ സന്തോഷത്തിലാണ് ഇന്ന് എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവരെയും ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവരെയും ഒന്ന് പോസിറ്റീവ് ആക്കാൻ, അതായത് ഒന്ന് എനർജറ്റിക് ആക്കാൻ എങ്ങനെ സാധിക്കും, എങ്ങനെയാണ് എല്ലാവരെയും കുറിച്ച് നന്മ പറയാൻ സാധിക്കുന്നത്, ആരുടെയും തിന്മ കണ്ടുപിടിക്കാതെ എല്ലാവരെയും നന്നായി നല്ലത് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നറിയോ? ദൈവാത്മാവ് കൂടെ ഉണ്ടായിരിക്കണം. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ പറയാൻ സാധിക്കുന്നത്. അല്ലാതെ നമ്മുടെ അഹങ്കാരം കൊണ്ടല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് മറ്റുള്ളവർക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ മനസാക്ഷിക്ക് അനുസൃതമായിരിക്കും. എനിക്ക് ഇന്നൊരു വലിയ കാര്യം പറയാം. ഞാൻ ഇന്നലെ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ ക്യാഷ് കൗണ്ടറിൽ നിന്നപ്പം വളരെ അപരിചിതമായിട്ട് ഒരു മോൾ ഓടി വന്ന് എന്നോട് മിസ്സേ എന്ന് വിളിച്ചു. അപ്പം സാധാരണ കോളേജ് ടീച്ചേഴ്സിനെ വിളിക്കുന്ന ഒരു പേരാണല്ലോ മിസ്സേ. ഞാൻ ഉടനെ റെസ്പോൺസ് എന്നാ മോളെ, ഏതാണ്ട് എൻ്റെ ഒരു വിദ്യാർത്ഥിയാകാനുള്ള എല്ലാ പരിമിതികളും ഉണ്ട് ആ കുട്ടിക്ക്. ആ മോളുടെ കൂടെ ഒരു കൊച്ചു മോനുണ്ട്, ഒരു 5-6 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മോനുമുണ്ട്. മിസ് അറിയുമോ? ഞാൻ പറഞ്ഞു ഞാൻ പഠിപ്പിച്ച മോളാണ്. അല്ല മിസ്സേ, ഞാൻ മിസ്സിൻ്റെ വീഡിയോ കാണാറുണ്ട്. അങ്ങനെയാ പരിചയം. ഓഹോ, നല്ല കാര്യമല്ലോ, ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ ഞാൻ മിസ്സിനെ പരിചയപ്പെടാൻ വന്നത്. എല്ലാ കാര്യങ്ങളും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു വലിയ സന്തോഷം. എൻ്റെ ആ കഴിവൊന്നും അല്ലല്ലോ, ദൈവം തരുന്ന ഒരു കഴിവ് ഈ 75-ാം വയസ്സിലും ഞാനത് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം അതിനേക്കാൾ കൂടുതൽ എന്നെ ടച്ച് ചെയ്ത് എന്താണെന്നറിയോ? ഈ മോളുടെ, ഞാൻ പഠിപ്പിച്ച കുട്ടിയല്ലെന്ന് ഓർക്കണം, മോളുടെ കൂടെ ഉണ്ടായിരുന്ന ആ മോന്, അവൻ ചാടി പറഞ്ഞു, മമ്മി നമുക്ക് വചനം കൂടെ പറഞ്ഞു തരുന്ന ആ ആൻറ്റിയല്ലേ, ആ മിസ്സല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മ ആ കുഞ്ഞിനെ വളർത്തിയതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ആ യൂട്യൂബിൽ കാണുന്ന വചനം ആ മോനെ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ വചനം സ്ട്രൈക്ക് ചെയ്യുന്ന പല സംഗതികളും എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുണ്ട്. വചനമില്ല എങ്കിൽ നമുക്കൊന്നുമില്ല. കാരണം ദൈവമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എനിക്ക് അസാധ്യമായതെല്ലാം ദൈവത്തിന് സുസാധ്യമാണെന്നല്ലേ നമ്മൾ പറയുന്നത്. ഇപ്പോൾ വലിയ സന്തോഷം എന്താണെന്നറിയോ? നമ്മുടെ ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഭരണാധികാരി, ഇപ്പോൾ പുതിയ അധികാരി വന്നിരിക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നും ഈ വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് വളരെ അത്ഭുതം തോന്നും. 121 സങ്കീർത്തനത്തിലേക്ക് വന്നു നിർത്തേ, ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്ന് തുടങ്ങി അങ്ങ് കാണാതെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു വചനഭാഗത്തു നിന്നും എന്തൊരു ഫലമാണ് എനിക്ക് കിട്ടിയത്. പറയുകയാണ്, യഹോവ എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇന്നേക്കുറിച്ചോ നാളെക്കുറിച്ചോ നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ചോ ലാഭങ്ങളെക്കുറിച്ചോ നമ്മൾ ആകുലപ്പെടുകയോ സന്തോഷിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ആ മുഖ്യമന്ത്രിക്ക് അത്ര നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വീണ്ടും ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഏറ്റവും അവസാനത്തെ അധ്യായം 28-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനം ഒരുപാട് ഉറപ്പ് നൽകുന്നതാണ്. അവിടെ പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു ദൈവം നമുക്കൊന്നുണ്ട്. ലോകാവസാനം വരെ നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ആകുലപ്പെടേണ്ടത്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ഈ വചനത്തിൻ്റെ എല്ലാ അഭിഷേകവും നമുക്കും നമ്മുടെ സന്തതി കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വചനം ഇതാ പറയുന്നത്, ധൈര്യമായിപ്പെട്ടു, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഈ വചനം നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എല്ലാവരെക്കുറിച്ചും നന്മ ചെയ്യാൻ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ട് അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അതിനെ നമ്മൾ കുറ്റം വിധിക്കാതെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ആ പ്രവർത്തനം അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്നതാണ്, അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുമല്ലോ. ദൈവം എല്ലാവരെയും അനവധിയായി അനുഗ്രഹിക്കട്ടെ.